നമസ്കാരം. അടുത്ത ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷം സംബന്ധിച്ച വാർത്തകളും മറ്റും അറിയാനായിട്ട് മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ അധ്യായത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് പറയുന്നത് പുണർതം, പൂയം, ആയില്യം ഈ 3 നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം പറയുന്നത് പുണർതം. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്ന മാസമായിരിക്കും. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. ചില ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് പ്രതീക്ഷിക്കാം. മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. വസ്ത്രം, ആഭരണം എന്നിവ ലഭ്യമാകുന്നതിന് അവസരമുണ്ടാകും. അടുത്തത് പൂയ നക്ഷത്രം. നടപ്പാകില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ദേഹസുഖം കുറയുന്ന കാലമാണ്. ദേഹത്ത് അസ്വസ്ഥതകളും മറ്റും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹത്തിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ പൂയ നക്ഷത്രക്കാരായ ആളുകളുടെ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വാക്കുകളുടെ പ്രയോഗം കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവം സംസാരിക്കുക. ആപത്ത് ഘട്ടങ്ങളെ അഭിമുഖീകരിച്ച് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നതാണ്. അടുത്തത് ആയില്യ നക്ഷത്രം. ഉദരസംബന്ധമായ വിഷമതകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അടുത്ത ബന്ധുക്കൾക്ക് ദുരിത സാധ്യതയുണ്ട്. ആഹാര കാര്യത്തിൽ ശ്രദ്ധ കുറയുന്നതാണ് ഈ മാസം. സർക്കാരിലേക്ക് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരും. അതായത് വാഹനം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് സർക്കാരിലേക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് അടയ്ക്കുമ്പോൾ അതിന് ചെറിയ പിഴകൾ അടയ്ക്കണം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പിഴകൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ബിസിനസ്സിൽ ചില തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്. കൃഷിയിൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആശങ്ക വർദ്ധിക്കും. മനസ്സ് അസ്വസ്ഥമാകും. ബന്ധുമിത്രാദികൾ തമ്മിൽ അനാവശ്യ കാര്യത്തിനായി തർക്കങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുണർതം, പൂയം, ആയില്യം ഈ 3 നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ. വീണ്ടും അടുത്ത ഒരു അധ്യായമായിട്ട് ഉടനെ തന്നെ കാണാം. നന്ദി.